നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ പോലും പറയുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് BJP എന്നാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം BJPക്ക് ജൈവികമായ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിവേഗം വളരുകയാണ് BJP എന്ന് ദിനം ദിനം പ്രതിയുള്ള ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര പേരാണ് ഈ അടുത്ത കാലങ്ങളിലായി BJPയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് പലരും BJPയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ കോൺഗ്രസ്സുകാരനും CPMകാരനും എല്ലാം തന്നെയുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാലത്ത് BJPയോട് ഐത്തമുണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഐത്തം പ്രഖ്യാപിച്ചിരുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ളവർ തന്നെ BJPയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് CPMനെയും കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമാകുന്നത് സംഘപരിവാർ ആശയങ്ങൾ പേറുന്നവരും BJPക്കാരും എല്ലാം തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രവർത്തന മികവ് ഇപ്പോൾ BJPക്ക് അവകാശപ്പെടാനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭരണ മികവ് തന്നെയാണ് BJPയിലേക്ക് ഇത്രയധികം ആൾക്കാരെ എത്തിക്കാനുള്ള കാരണമായി മാറുന്നത്. നരേന്ദ്രമോദി എന്ന അനിഷേധ്യനായ ഒരു പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഭാരതത്തിന്റെ അതിവേഗത്തിലുള്ള വളർച്ച, വികസനം, അത് ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്കും BJPക്കും എതിരെ ഇത്രയും കാലം CPMും ഇന്ത്യയൊട്ടാകെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉയർത്തിയ എല്ലാ പ്രതിരോധങ്ങളും, അത്തരത്തിലുണ്ടാക്കിയ എല്ലാ നറേറ്റീവുകളും തകർന്നടിഞ്ഞു വീഴുന്ന കാഴ്ച. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലെല്ലാം അനിഷേധ്യ നേതാവായി മാറുന്ന നരേന്ദ്രമോദി, ഇതൊക്കെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെയും ഇന്ത്യയിലെ ജനങ്ങളെയും എല്ലാം BJPയിലേക്ക് ഒരുപോലെ ആകർഷിക്കുന്നത്. കേരളത്തിൽ വന്ന മാറ്റം വലിയ പ്രകടമായ മാറ്റം തന്നെയാണ്. പലരും BJPയിലേക്ക് വരാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ വിഭാഗങ്ങളും, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ BJPയിലേക്ക് ഒഴുകിയെത്തുന്നു. ഇന്നലെ മാത്രം BJPയിൽ ചേർന്നത് 18 പേരാണ്. 16 ട്രാൻസ്ജെൻഡർക്കാരും ട്രാൻസ്ജെൻഡർ സഹോദരങ്ങളും, അതുപോലെ തന്നെ 2 മറ്റ് ആൾക്കാരും. അതിൽ തന്നെ വളരെ ഉയർന്ന ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് BJPയിലേക്ക് എത്തിച്ചേരുന്നത്. കേരളത്തിൽ നേരത്തെ മുതൽ തന്നെ IAS IPS ആൾക്കാരുടെ ഒഴുക്ക് BJPയിൽ തുടരുകയാണ്. എന്നാൽ കോൺഗ്രസിൽ നിന്നും CPMലേക്കും ഒരാളും എത്തിച്ചേരുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ 10ഉം 60ഉം 65ഉം വർഷമായി ആ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചേറ്റുന്നവരെയും ചവിട്ടി ഒതുക്കുമ്പോൾ പലരും BJPയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. കേരള BJP ഉത്തരോത്തരം വളരുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നില വളരെ മെച്ചപ്പെട്ടു തന്നെയിരിക്കും. ഏതായാലും തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൂടി ഭരിക്കാൻ കിട്ടിയതോടുകൂടി ഏറ്റവും നല്ല ഭരണം, ഗുഡ് ഗവേണൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. VV രാജേഷ് എന്ന മേയർ ഇന്ത്യയൊട്ടാകെ ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ആളായി മാറുന്നു. BJPക്ക് അവകാശപ്പെടാൻ കഴിയുന്ന പല നേട്ടങ്ങളും കരസ്ഥമാക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള BJPയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ BJP ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ നിര നീളുകയാണ്. പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ഊഴം BJPക്ക് നൽകണമെന്ന് തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ CPMും കോൺഗ്രസും BJPയെ തകർക്കാൻ പല നീക്കങ്ങളും നടത്തുന്നുണ്ടെങ്കിലും, BJPയെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രദമാകുന്നില്ല. ഏതായാലും BJP മുന്നോട്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പായിരിക്കുന്നു. ഇപ്പോഴും BJPയിലേക്ക് ആൾക്കാരുടെ ഒഴുക്ക് തുടരുകയാണ്. ദിവസം ദിവസം പല ഘട്ടങ്ങളിൽ നിന്നും പല കമ്മ്യൂണിറ്റികളിൽ നിന്നും പല വിഭാഗങ്ങളിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്ന് ചേരുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ നില നോക്കിയാൽ മുൻ വൈക്കം MLA അടക്കം, CPI MLA ആയിരുന്ന K അജിത്ത് അടക്കം BJPയിലേക്ക് വന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിന്റെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി കൊട്ടാരക്കരയിൽ നിന്നും BJPയിലേക്ക് എത്തിച്ചേർന്നു. അഖിൽ മാരാർ എന്ന് പറയുന്ന ആൾ, അത് NDAയിലേക്കാണ് എത്തിയത്. 2020 വഴി BJPയുടെ ഭാഗമായി എന്നും പറയാം. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോബിൻ രാധാകൃഷ്ണൻ എന്ന ബിഗ് ബോസ് താരം, അങ്ങനെ പ്രമുഖരുടെ ഒരു നീണ്ട നിര BJPയിലേക്ക് എത്തുമ്പോൾ BJP മഹാത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.